ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലാണ് പ്രീ സീസൺ നടത്തുന്നത്. ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. വിദേശ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് പുതിയതായി കൊണ്ട് കോൾഡോ ഒബിയേറ്റ, അതുപോലെ തന്നെ തിയാഗോ ആൽവസ്, അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ് എന്നീ താരങ്ങളെയാണ് ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയായിരിക്കും, അത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ട കാര്യം, സൂപ്പർ കപ്പിൽ 6 വിദേശ താരങ്ങളെ ഒരുമിച്ച് കളിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ 6 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താം. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 വിദേശ താരങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യതാ ലൈനപ്പ് എങ്ങനെയാകും, അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 4-2-3-1 എന്ന ഒരു ഫോർമേഷൻ ആയിരിക്കും മിക്കവാറും ഡേവിഡ് കാറ്റില ഉപയോഗപ്പെടുത്തുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അർഷ്, അൻവർ ഷെയ്ഖ്, നോറ ഫെർണാണ്ടസ് എന്നീ താരങ്ങൾ അവിടെയുണ്ട്. പക്ഷെ സച്ചിനെ തന്നെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് പൊസിഷനിൽ യുവാൻ റോഡ്രിഗസിനെ നമുക്ക് ഉൾപ്പെടുത്താം. പുതിയ താരമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് ബികാഷ് യുംനം അവിടെയുണ്ട്. മികച്ച താരമാണ് ബികാഷ് യുംനം. ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഇടത് വിങ്ങിൽ നവോച്ച സിംഗിനെ ഉപയോഗപ്പെടുത്താം. വലത് വിങ്ങിൽ പുതിയ താരമായ അമേർ റണവാഡയുണ്ട്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഡുഷാൻ ലഗാത്തോറിനെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അദ്ദേഹത്തോടൊപ്പം വിപിൻ മോഹനനെ കളിപ്പിക്കാം. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയാൻ ലൂണയുണ്ടാകും. ഇനി ഇടത് വിങ്ങിൽ തിയാഗോ ആൽവസിനെ ഉപയോഗപ്പെടുത്താം. അതേസമയം വലത് വിങ്ങിൽ നോവ സദോയിയെ ഉപയോഗപ്പെടുത്താം. യഥാർത്ഥത്തിൽ നോവ സദോയി ഒരു ഇടത് വിങ്ങറാണ്. പക്ഷെ പറന്ന് കളിക്കുന്ന ഒരു താരമാണ് നോവ. അദ്ദേഹത്തിന് വലത് വിങ്ങിലും കളിക്കാൻ കഴിയും. തിയാഗോ ആൽവസും ഇടത് വിങ്ങറാണ്. അദ്ദേഹത്തെ ഇടത് വിങ്ങിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നതാവും നല്ലത്. അങ്ങനെ വരുമ്പോൾ തിയാഗോ ആൽവസ്, അഡ്രിയാൻ ലൂണ, നോവ സദോയി എന്നിവരാണ് വരിക. ഇനി മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ പൊസിഷനിൽ കോൾഡോ ഒബിയേറ്റയുണ്ടാകും. ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് 6 വിദേശ താരങ്ങളെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭ്യമാണ്. ഏറ്റവും മികച്ച ഒരു നിരയെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇറക്കാം എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സാധ്യത മാത്രമാണ്. നമുക്കറിയാം, ഇനിയും ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നുണ്ട്. ചിലപ്പോൾ സൗഹൃദ മത്സരങ്ങൾ കളിച്ചേക്കാം. അതൊക്കെ അവസാനിച്ചതിന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില ഒരു അന്തിമ 11 തീരുമാനിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.